മീഷോയിൽ ഒരു സെല്ലർ അക്കൗണ്ടിൽ എങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് ആഡ് ചെയ്യണം, അതിൻ്റെ പ്രൈസിങ്ങും അത് നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചാൽ അതെങ്ങനെ ക്ലിയർ ആക്കാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മുടെ മീഷോയുടെ സെല്ലർ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ പ്രൊഫൈൽ എടുത്തിട്ട് അവിടെ നമ്മുടെ കാറ്റലോഗ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു വിൻഡോ ഓപ്പൺ ചെയ്യുക ആദ്യം. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വിൻഡോ എന്ന് പറയുന്നത് മെയിൻ വിൻഡോ ആണ്. നമുക്കിപ്പം പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്ന വിൻഡോ ഇതല്ല. നമ്മുടെ സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കാറ്റലോഗ് അപ്ലോഡിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാം. അവിടെയാണ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കാറ്റഗറിയാണ്. കാറ്റഗറി കൃത്യമായിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് എന്താണോ ആ രീതിക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു ഷോക്സ് ആണ് സെലക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇമേജാണ്, മാക്സിമം ഒറിജിനൽ ഇമേജ് തന്നെ ഇടാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കറക്റ്റായിട്ട് സ്പെല്ലിംഗ് ഒന്നും മിസ്റ്റേക്ക് ഇല്ലാതെ പ്രൊഡക്റ്റിൻ്റെ നെയിം കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിനെ പറ്റിയൊരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുക. ഞാനിപ്പം ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ, ഞാനിത് അപ്ലോഡ് ചെയ്യാനല്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് 2 വേർഡ്സേ കൊടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡീറ്റെയിൽസാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ അതിൽ ടോട്ടൽ നിങ്ങളുടെ ആ ഒരു പ്രൊഡക്റ്റ് വരുമ്പോൾ എത്ര വെയിറ്റ് കാണുമെന്ന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കളർ കൊടുക്കുക. പിന്നെ എന്താണോ നിങ്ങൾ സെല്ല് ചെയ്യുന്നത് അതിൻ്റെ ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ്, ആ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ക്വാണ്ടിറ്റി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സൈസ് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തു കഴിയുമ്പം അടുത്ത് വരുന്ന ഇതെന്ന് വെച്ചാൽ മാനുഫാക്ചറിൻ്റെ ഡീറ്റെയിൽസൊക്കെ പ്രൈസ് എൻ്റർ ചെയ്യാനാണ്. പ്രൈസിൽ ഈ മീഷോ പ്രൈസ് എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് വേണ്ട പ്രൈസ് കൊടുക്കുക. പക്ഷേ നമ്മളിപ്പോൾ ഒരു 50 രൂപ കൊടുത്താൽ പോലും അവിടെ നമുക്ക് GSTയും കാര്യങ്ങളും കട്ട് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ടേ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ അതും കൂടെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങളൊരു എമൗണ്ട് ഫിക്സ് ചെയ്തിടുക. ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ 50 രൂപ കൊടുക്കുമ്പോൾ താഴെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് നമ്മുടെ റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ മീഷോയിൽ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ താഴെ ഇങ്ങനെ സെലക്ട് ചെയ്യാൻ കാണും. റോങ് ഐറ്റം വന്നാൽ മാത്രം നമുക്ക് റിട്ടേൺ ആയിട്ട് പറ്റുന്ന ഒരു എമൗണ്ട് കാണും. ആ ഒരു എമൗണ്ടാണ് അവിടെ കൊടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കാം, 50 രൂപ നമുക്ക് മീഷോ പ്രൈസായിട്ട് വേണമെന്ന് കൊടുത്താൽ പോലും GSTയും TDS ഒക്കെ കഴിഞ്ഞിട്ട് 43 രൂപ നമുക്ക് ബാങ്കിൽ ലാസ്റ്റ് കയറത്തുള്ളവർ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു എമൗണ്ട് ആയിരിക്കില്ല കസ്റ്റമർക്ക് കാണിക്കുന്നത്. വിത്ത് ഡെലിവറി ചാർജും കൂടെ ചേർത്തൊരു എമൗണ്ട് ആയിരിക്കും കസ്റ്റമറിനെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ പ്രൈസ് വേണ്ടത് ഈ GSTയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതും കൂടെ ചേർത്ത് കൂട്ടിയിടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട പ്രൈസിംഗ് ആണ്. കാരണം പ്രൈസിംഗ് ഒരു തവണ ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെ പുറകിലോട്ട് കുറയ്ക്കാനുള്ള ഓപ്ഷനേ ഉള്ളൂ, കൂട്ടാനുള്ള ഓപ്ഷൻ നമുക്കില്ല എന്നാണ് എൻ്റെ ഒരു അറിവിൽ കേട്ടോ. ഞാൻ നോക്കിയിട്ട് നടന്നിട്ടില്ല. പിന്നെ MRP കാര്യങ്ങളും കൊടുക്കുക. അത് കഴിഞ്ഞിട്ടുള്ള താഴെയുള്ള ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ വേറൊരാളുടെ പ്രോഡക്റ്റ് വാങ്ങി സെയിൽ ചെയ്യുകയാണെങ്കിൽ മാനുഫാക്ചർ ഡീറ്റെയിൽസ് അവരുടെ അഡ്രസ്സും കൊടുക്കുക. പിന്നെ നമ്മൾ വാങ്ങിയ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്താണ് അടുത്ത താഴോട്ടുള്ളത് എൻ്റർ ചെയ്യേണ്ടത്. അവിടെ ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു ഇതെന്ന് വെച്ചാൽ അഡീഷണൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഒരു പേജാണ്. അത് കഴിഞ്ഞ് നമുക്ക് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇൻവെൻട്രിയിൽ എത്ര സ്റ്റോക്ക് ഉണ്ടെന്നാണ്. ഇപ്പോൾ ഞാൻ 12 എന്ന് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പാറ്റേൺ എന്തെങ്കിലും സെലക്ട് ആണെങ്കിൽ അത്, വേറെ കളർ ഓപ്ഷൻ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അതും കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വരുന്നത് നമുക്കിപ്പോൾ ആക്ടിവേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. പെൻഡിങ്ങിൽ ആയിരിക്കും ആദ്യം വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് ആക്റ്റീവ് എന്ന് കാണുന്നല്ലോ, അതിലോട്ട് പോകും. ഇൻ കേസ് ചില കാര്യങ്ങളിൽ ബ്ലോക്കിലോട്ട് പോകും. ബ്ലോക്കിലോട്ട് പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഒരുപാട് റീസൺ വരും. ഇപ്പോൾ നമ്മൾ ഒരേ കണക്കത്തെ 2 പ്രോഡക്റ്റ് വരുവാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ബ്ലോക്കിലോട്ട് പോകും. അതുപോലെ നമ്മൾ എൻ്റർ ചെയ്ത എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ ആ രീതിക്ക് പോകും, ഇല്ലെങ്കിൽ അതേഴ്സിലോട്ട് പോകും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിൽ വരും. അപ്പോൾ നിങ്ങളുടെ സൈഡിൽ മിസ്റ്റേക്ക് ഒന്നും ഇല്ലെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നമുക്കത് സപ്പോർട്ടിൽ പോയിട്ട് അവിടെ കംപ്ലയിൻ്റ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരത് ക്ലിയർ ചെയ്ത് തരും. കാരണം എനിക്ക് ആദ്യമൊക്കെ കൊടുത്ത പ്രൊഡക്റ്റുകൾ ഇതിനൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയച്ചാൽ ഞാനത് ക്ലിയർ ചെയ്ത് തരാം.